പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് കൗമാരപ്രായക്കാർ മുതൽ വയോവൃദ്ധന്മാർ വരെ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരു വളരെ സങ്കടകരമായ, നമ്മയൊക്കെ പിടിച്ചുലക്കുന്ന, ഞെട്ടിക്കുന്ന വാർത്താ റിപ്പോർട്ടുകളാണ് ദിനംപ്രതി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സമാധാനം നഷ്ടപ്പെട്ടു പോയത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കലാണ് എന്ന മിഥ്യയായ ബുദ്ധിയുടെ പിറമ്പോക്കുകൾ കണ്ടാണ് ആത്മഹത്യ മനുഷ്യൻ തിരഞ്ഞെടുക്കാറുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഇന്നസ്സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവന്റെ ജനനവും അവന്റെ മരണവും അവൻ നടത്തുന്ന ഏത് കർമ്മങ്ങളും അത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവാണ് അതിൻ്റെയൊക്കെ കാര്യകർത്താവ് എന്ന അചഞ്ചലമായ ബോധ്യമാണ് അവനുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആത്മഹത്യയല്ല പരിഹാരം എന്ന് അവൻ ചിന്തിക്കും. അങ്ങനെയുള്ളവരായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവൻ, നമ്മൾ ഈ നിലനിൽക്കുന്ന ജീവൻ എന്ന് പറയുന്നത് അത് നമുക്ക് അല്ലാഹു നൽകിയ അമാനത്താണ്. അത് ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെടുത്താനുള്ള അധികാരമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സയൻസ് എത്രത്തോളം വർദ്ധിച്ച് അതിന്റെ അപ്പോസ്തലതയിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രനും കഴിഞ്ഞ ചൊവ്വയെ മനുഷ്യവാസം സാധ്യമാകുമോ എന്ന പുതിയ പഠനങ്ങൾ, നിഗമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നാസയുടെ, അമേരിക്കയുടെ നാസയുടെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു അമാനുഷികമായ റൂഹ്. എന്താണ് റൂഹ്? നിന്റെ ശരീരത്തിൽ നീ നടക്കുമ്പോൾ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന ആത്മാവിനെ, ആ ആത്മാവിനെ ഏത് സയൻസിനാണ് വിഘടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന ഒരു പച്ചയായ സത്യമാണ്. കാലം എത്ര വർദ്ധിച്ചാലും എന്താണ് വിശുദ്ധമായ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്, നബിയെ റൂഹിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആത്മാവിനെ കുറിച്ച്. നമ്മുടെ ശരീരത്തിൽ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറയാറുണ്ട് നീ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനാണ്. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ ആ ഞാൻ ആരാണ്? ഈ ശരീരമാണോ അല്ലെങ്കിൽ ഈ ശരീരം അനങ്ങുന്ന ഒരു ആ ശരീരത്തിനുള്ളിലുള്ള ആ റൂഹാണോ മനുഷ്യൻ എന്ന പഠനത്തിന് പോലും സയൻസിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ അവയവങ്ങൾ കൂടിച്ചേർന്നതാണ് എന്ന് സയൻസ് പറയുമ്പോൾ, എന്നാൽ മരിച്ചു കഴിയുമ്പോൾ എവിടെയാണ് മനുഷ്യൻ എന്ന് ഇസ്ലാം മതം ചോദിക്കുമ്പോൾ അവിടെയാണ് നബി തങ്ങളോട് വന്ന് ഒരിക്കൽ ചോദിച്ചതാണ്, താങ്കൾ റൂഹിനെ കുറിച്ച് പറഞ്ഞു തരിക. സഹാബികളോട് ചോദിച്ചതാണ്, നബിയെ എന്താണ് ആത്മാവ്, എന്താണ് ഈ റൂഹ്? അത് ഞങ്ങളുടെ ശരീരങ്ങളാണോ? അപ്പോൾ അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾക്ക് റൂഹിനെ കുറിച്ചൊന്നും അധികം അറിയില്ല, മാത്രമല്ല അത് അറിയാൻ പോകുന്നുമില്ല. വളരെ മഹത്തമായ പദമാണ്. റൂഹിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പോകുന്നുമില്ല. നിങ്ങളൊന്ന് നോക്കൂ, എത്ര കാലങ്ങളായി സയൻസ് വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേവരെ റൂഹിനെ കുറിച്ച് ഒരു കാമിണ്ടാൻ ഈ മനുഷ്യ ലോകത്ത് മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. ആ മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ നൽകാൻ ആധുനിക സയൻസിന് സാധിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അതിനെക്കുറിച്ച് അറിവ് മനുഷ്യ ലോകത്തിന് അല്ലാഹു നൽകിയിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവൻ അത് വളരെ മഹത്തമാണ്. ഇത് എവിടെ അവസാനിപ്പിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അത് അല്ലാഹുവാണ്. ഇന്ന് ആത്മഹത്യ നിരക്ക് കൂടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ
കഴിഞ്ഞ 2022 കണക്ക് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 10,000-ത്തിലധികം പേരാണ് 2022 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ ആ വർഷത്തിൽ ആത്മഹത്യ ചെയ്തത്. അധികം ഭൂരിഭാഗം കൗമാരക്കാരും യൗവനക്കാരുമായിരുന്നു എന്നാണ് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതും പ്രേമത്തിന്റെ വിഷയമുണ്ട്, മാനസിക സംഘടനകളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, എല്ലാവിധ പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ മനുഷ്യൻ ചിന്തിച്ചത് ആത്മഹത്യയാണ്. 10,000-ത്തിലധികം എന്നൊക്കെ പറയുമ്പോൾ ഓരോ മണിക്കൂറിനും ഒരു ദിവസം 28 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. ഒരു ദിവസം 28 പേർ. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ തന്നെ ഒരു മണിക്കൂറിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ ലോകത്ത് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണ്. ലോകത്തല്ല, കേരളത്തിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവർ. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് ആത്മഹത്യയാണെങ്കിൽ അതിലേറെ വലിയ ഗൗരവമുള്ള വിഷയം ഉണ്ടാകുന്നത്. അത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുടെ പ്രശ്നങ്ങൾ വന്നവരുണ്ട്, മാനസിക പ്രശ്നങ്ങളായി തകർന്നു പോയവരുണ്ട്. പക്ഷേ അവിടെയൊക്കെ എങ്ങനെയാണ് മനുഷ്യന് തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. അത് ഏത് വിഷയമാകട്ടെ. പ്രതിസന്ധികളും ഒരു കാര്യം ചർച്ചയ്ക്ക് വരുമ്പോഴും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അറിയുന്നവരുമായ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ പ്രതിബദ്ധത പുലർത്തുന്നവരുമായി നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ശൈത്താനിൽ നിന്നുള്ള പ്രേരണയാണ്. ശൈത്താൻ നമ്മെ എപ്പോഴും പെട്ടെന്ന് തീരുമാനമെടുക്കാനാണ് മനുഷ്യനെ പ്രേരിപ്പിക്കുക. എന്നാൽ അത് ശൈത്താൻ അത് നരകക്കൊണ്ടിലേക്ക് ചാടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വളരെ യുദ്ധമൊക്കെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. ആ സമയത്ത് ഈ സഹാബിക്ക് എവിടെ നിന്നോ വെട്ടേറ്റു. യുദ്ധത്തിന്റെ ഇടയിൽ വെട്ടേറ്റ് ആ ഷഹീദാവുന്നതിന് പകരം ആ സഹാബിയായ മനുഷ്യൻ ആ വാള്, മൂർച്ചയുള്ള വാള്, തന്റെ കൈപ്പക്കലുള്ള വാള് ആ മരുഭൂമിയിൽ കുത്തിവെച്ച് അതിന്മേൽ കിടന്ന് തന്റെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ചെന്ന് ചോദിച്ചു, നബിയെ, എന്റെ മോൻ സ്വർഗ്ഗത്തിലാകുമോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, താങ്കളുടെ മകൻ ജീവിതം അവസാനിപ്പിക്കാനാണ് തിരഞ്ഞെടുത്തത്. നല്ല ഒരു സമയത്ത്, നല്ലൊരു വേളയിൽ ഷഹീദാകേണ്ടതിന് പകരം യുദ്ധകാലത്തിൽ ആ വേദന കടിച്ചമർത്താൻ സാധിക്കാതെ താങ്കളുടെ മകൻ അവിടെ തിരഞ്ഞെടുത്തത് ആത്മഹത്യയായതുകൊണ്ട് ആ മനുഷ്യൻ നരകത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നമ്മളൊക്കെ ചിന്തിക്കുന്ന വിഷയമാണ്. യുദ്ധം കൊടുക്കൊള്ളുമ്പോൾ വാളിന്റെ മൂർച്ച കൊണ്ട് ഒരു നിലക്കും ജീവിച്ചു പോകാൻ സാധ്യമല്ല എന്ന് ആ മനുഷ്യനെ തോന്നിയപ്പോ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തപ്പോ ആ മനുഷ്യൻ നരകത്തിലാണ് ഉമ്മ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വലിയ നമുക്ക് പാഠം. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പള്ളിയിലേക്ക് ജനാസ നിസ്കരിക്കാൻ ആ സ്വഹാബിയുടെ ജനാസയുമായി ആളുകൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിക്കാതെ അവിടെ നിന്ന് മാറി നിന്നു എന്നാണ് പറയുന്നത്. അവിടെ ഇമാമത്ത് നിന്നില്ല. നബി തങ്ങൾ ജനാസ നിസ്കരിക്കാൻ, അതിൽ പങ്കെടുക്കാൻ നബി തങ്ങൾ സമ്മതം നൽകിയില്ല. അപ്പൊ സ്വഹാബികൾ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്താണ് നമസ്കരിക്കാത്തത്? സ്വഹാബികളോട് ആരംഭമായ മുഹമ്മദ് മുസ്തഫ ഒന്ന് ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും അതിനെ കാത്തു നിന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നമസ്കരിക്കാൻ മാറി നിന്നപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുവിൻ, ഞാൻ നിസ്കരിക്കുകയില്ല. അതിൽ രണ്ട് പ്രബല വീക്ഷണങ്ങൾ മദ്ഹബുകൾക്കിടയിൽ പറയുന്നു. ശാഫിഈ ഇമാം പറയുന്നത് അവിടെ ഫർള് കിഫായ ഒഴിവാകണം എന്ന നിലക്ക് നമസ്കരിച്ചതാണ്, അതിന്റെ പ്രതിഫലം ഒരിക്കലും മയ്യിത്തിന്റെ ഖബറിലേക്ക് എത്തുകയില്ല.
ഷാഫി ഇമാം പറഞ്ഞിട്ടോ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം, ആത്മഹത്യ ചെയ്തവൻ എപ്പോൾ നരകത്തിലാണ്. വേറൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു, അയാൾ നരകത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ജഹന്നം എന്ന് പറഞ്ഞ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ്. നരകത്തിന് വ്യത്യസ്ത തട്ടുകളുണ്ട്. അതിൽ ഏറ്റവും ഭയാനകരമായ, ഏറ്റവും അഡാപ്റ്റായ, ഏറ്റവും ആഴമേറിയ കുണ്ടാണ്, കുഴിയാണ് ജഹന്നം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ കുഴിയിലായിരിക്കും. മാത്രമല്ല, എന്നും ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ആ മനുഷ്യൻ വീണ്ടും മലയുടെ മുകളിൽ കയറും, വീണ്ടും ആത്മഹത്യ ചെയ്യുന്നു. അല്ലാഹു ആ മനുഷ്യന് ജീവൻ നൽകും, വീണ്ടും ആ മനുഷ്യനെ മലമുകളിലേക്ക് പറഞ്ഞേക്കും. നരകത്തിലുള്ള ആ മനുഷ്യന്റെ അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് വിഷം തേടി ആത്മഹത്യ ചെയ്തവനും ഇതുപോലെ തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ സഹാബിയുടെ പേരിൽ പോലും മയ്യിത്ത് നമസ്കരിച്ച്, ഇതൊക്കെ വളരെ സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കൊണ്ടുവന്നു, എന്നിട്ടോ ആത്മഹത്യ ചെയ്ത ആളായിരുന്നു. നബി തങ്ങൾ അയാളുടെ മേൽ മയ്യിത്ത് നമസ്കരിച്ചില്ല. വളരെ പ്രബലമായ സ്വഹീഹ് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിസ്സാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ബാധിച്ചതാണ്. പിന്നെ എന്താണ് അതിന് പരിഹാരം? പ്രതിസന്ധി വരുമ്പോൾ എന്താണ് പരിഹാരം? അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ സമൂഹവുമായി, നമ്മുടെ ബന്ധപ്പെട്ടവരുമായി നമ്മൾ ചർച്ച ചെയ്യണം, നമ്മുടെ കുടുംബവുമായി ചർച്ച ചെയ്യണം. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ്. അവിടെ നമുക്ക് ക്ഷമ വേണം. എന്ന മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസ്സാലി റഹിമത്തുള്ളാഹി അലൈഹി എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ക്ഷമ വേണം. ഈമാന്റെ പകുതിയും ഈമാൻ 100% അതിന്റെ 50 ഭാഗം അത് സബ്റാണ്. ആ സബ്ർ പൂർണ്ണമാകുമ്പോഴേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസ്സാലി റഹിമത്തുള്ളാഹി അലൈഹി. ഞാൻ മുമ്പൊക്കെ പറഞ്ഞതാണ്, നബി തങ്ങളോളം പ്രതിസന്ധികൾ അനുഭവിച്ച വേറൊരു മനുഷ്യനാരാണുള്ളത്? മക്ക വിട്ട് മുമ്പ്, മക്ക എന്ന് പറയുന്നത് നബി തങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. കാരണം തന്റെ പിതൃവ്യനും തന്റെ വല്യപ്പയും തന്റെ ഉപ്പയും എല്ലാവരും കാലങ്ങളോളം രാജാധിപന്മാരായി വാണിരുന്ന മക്ക. അല്ലയോ മുഹമ്മദേ, എന്റെ ഭാര്യ വേറൊരു നാട്ടിലേക്ക് പോവുകയാണ്, എന്റെ ഭാര്യയുടെ സ്വർണം താങ്കൾ സൂക്ഷിച്ചു വെക്കണം, ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ. അത്രയും അൽ അമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുമ്പോൾ ആ മക്കയോട് പറഞ്ഞ വളരെ കണ്ണീരണിഞ്ഞ പ്രസംഗമുണ്ട്. കഅബയെ നോക്കി നബി തങ്ങൾ മുട്ടുകുത്തി ആ കഅബയോട് പറഞ്ഞ വളരെ സങ്കടകരമായ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണീരണിഞ്ഞ ആ പ്രസംഗമുണ്ട്. അല്ലയോ മക്ക, അല്ലയോ കഅബ, ഞാനിതാ പരിശുദ്ധമായ ദീനിനു വേണ്ടി എന്റെ നാടും കുടുംബവും എന്നെ പുറത്താക്കാൻ പോവുകയാണ്. ഞാനൊരു പക്ഷെ തിരിച്ചു വന്നേക്കാം. എങ്ങനെയായാലും ഇവർ എന്നെ പുറത്താക്കിയിരുന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലയോ കഅബ, നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും ഈ ഭൂമി വിട്ട് പോകുകയില്ലായിരുന്നുവെന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ആ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയുണ്ട്, കണ്ണീരണിഞ്ഞ പ്രസംഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാട് അതേവരെ വിശ്വസ്തനായി, അതേവരെ നിങ്ങളിൽ ഒരു കണ്ണിയായി കണ്ടിരുന്നൊരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുമ്പോൾ ഇതിലേറെ പ്രതിസന്ധി ആർക്കാണ് വന്നിട്ടുള്ളത്? തന്റെ കുടുംബമാണ് പുറത്താക്കുന്നത്. ഇവരോട് നിങ്ങൾ സഹകരിക്കരുത്, ഇവരെ സഹകരിച്ചാൽ നിങ്ങളെയും ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയും. എന്നിട്ടോ വർഷങ്ങളോളം പച്ചില കഴിച്ച്
തങ്ങൾ അവർ വിസർജിക്കുന്നത് പോലും നായിക്കാലികളെ വിസർജനത്തിനോട് തുല്യമാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധമായ ദീൻ. ഇതൊക്കെ നമ്മൾ ഓർത്താൽ മതി. ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്റെ മുഹമ്മദ് മുസ്തഫ, ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ലോകത്തിന് ഇങ്ങനെ ഒരു മനുഷ്യനില്ല, വരാനിരിക്കാനില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച അല്ലാഹുവിന്റെ മഹബൂബായ ഒരു പ്രവാചകനെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിസന്ധിയിൽ ആ സബർ ചൊല്ലുന്ന ആ രാവുകൾ നബി തങ്ങൾക്ക് സന്നിധമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ക്ഷമിച്ചു പോകാനുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. അവിടെ നമുക്ക് മുഅ്മിനാവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കടം വരുമ്പോൾ വീട് ശരിയായിട്ടില്ല എന്ന് നമുക്ക് തോന്നണം, തമ്പുരാനെ എത്രയോ ആളുകൾ ഒരു നേരത്തെ ശ്വാസം നിലനിർത്താൻ വേണ്ടി RCCയിലും തിരുവനന്തപുരം ഡയാലിസിസ് സെന്ററുകളിലും CH സെന്ററുകളിലും വരാന്തകളിൽ ഒരു നേരത്തെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ദിവസത്തിൽ 3-4 തവണ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കാത്തിരിപ്പിലാണ്. ആ സമയത്താണ് ഞാൻ ഇവിടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ശ്വാസം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ ഇന്നേ വരെ അല്ലാഹു രോഗം പിടിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, നോക്കൂ നിങ്ങൾ, എത്രയോ സന്താനങ്ങൾ നൽകി അല്ലാഹു അനുഗ്രഹിച്ച മനുഷ്യനായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അവസാനത്തെ ഭാര്യ മാത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. ബാക്കി ഉള്ളവരെല്ലാം സന്തത സഹചാരികൾ, തന്റെ കുടുംബങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഈ വ്രണം ബാധിച്ച രോഗം കാരണം അവിടെ നിന്ന് ഓടിപ്പോയപ്പോഴും അദ്ദേഹം ഒരു വിട്ടത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എന്തിനായിരുന്നു അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്? അല്ലാഹുവേ, ശരീരത്തിന്റെ മുഴുവൻ വ്രണം ബാധിച്ചിരിക്കുകയാണ്. ഇല്ലൽ ലിസാൻ, നാവൊഴികെ, നാവല്ലാത്ത മുഴുവൻ ഭാഗവും ശരീരം ഇങ്ങനെ പുഴുകി അവിടെ നിന്ന് പുഴുക്കളിങ്ങനെ നടന്നു പോകുന്ന സന്ദർഭം. ആ മനുഷ്യൻ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അപ്പോഴും പറഞ്ഞത് അൽഹംദുലില്ലാഹ്. എന്തിനു വേണ്ടി? അല്ലാഹുവേ, നിന്നെ ശുക്ർ ചെയ്യാനുള്ള ഈ നാവിനെ ഇതേവരെ നീ വ്രണം ബാധിപ്പിച്ചില്ലല്ലോ തമ്പുരാനെ, അതിന് നിനക്ക് അൽഹംദുലില്ലാഹ്. നോക്കൂ നിങ്ങൾ, പ്രിയപ്പെട്ടവരെന്താണ് പ്രതിസന്ധി വരുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ താഴെത്തട്ടിലുള്ളവരെ നിങ്ങൾ നോക്കും. വീടില്ലെങ്കിൽ, അല്ലെങ്കിൽ ജോലി ശരിയാവുന്നില്ല, അല്ലെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ പ്രതിസന്ധിയാണ്. നമ്മൾ അപ്പോൾ ചിന്തിക്കണം, ഇതില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഇതില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഏത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് നമ്മൾ മതത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ ആരോടാ പറയുന്നത്? വിശ്വാസികളോടാണ്. അജബല്ലി അംറിൽ മുഅ്മിനി കുല്ലൻ ലഹു ഖൈറുൻ ഫഇൻ അസാബതഹു സറാ ശകറ ഫകാന ഖൈറുൻ ലഹു വഇൻ അസാബതഹു ضراء സബറ ഫകാന ഖൈറുൻ ലഹു. ഇത് യുക്തിവാദികളോട് പറയാൻ പറ്റുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറൊരു ലോകം വരാനുണ്ട്. ഇവിടെ നിന്ന് ക്ഷണിച്ചാൽ അല്ലാഹു നാളെ അതിന് നമുക്ക് അർഹമായ പ്രതിഫലം നൽകും. പക്ഷേ ഇവിടെ മരിച്ചാൽ ഇവിടെ മണ്ണോട് ചേർന്ന് ഇനിയൊരു പുതിയ ലോകമില്ല എന്ന് വിശ്വസിക്കുന്ന യുക്തിവാദികൾക്ക്, മതമില്ലാത്തവരോട് ഇത് പറഞ്ഞു കൊടുത്താൽ അവർ എന്താണ്? അവർക്ക് വേറൊരു ലോകമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പ്രതിഫലം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൊണ്ടുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രതിഫലം വാങ്ങിക്കൂരി തരും എന്ന വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ മതമില്ലാത്തവർക്ക് ഈ ലോകത്ത് നിന്ന് മരിച്ചാൽ അവർ മണ്ണോട് ചേരുകയാണ്. വേറൊരു ലോകമില്ല, വേറൊരു ദൈവമില്ല, വേറൊരു സിദ്ധാന്തമില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇനി അവിടെ ഒരു ഓപ്ഷനേ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വരുമ്പോൾ റസൂല് പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ്, ഒരു സത്യവിശ്വാസിയുടെ കാര്യം, അത് ഏത് കാര്യം ഒരു സത്യവിശ്വാസിക്ക് അത്ഭുതമാണ്. എങ്ങനെ അത്ഭുതം? അവർക്ക് പ്രതിസന്ധി വരികയാണ്, ജോലിയില്ല, കഷ്ടപ്പാടാണ്, വീട്ടിലൊക്കെ ആകെ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. എന്നാൽ ആ മനുഷ്യൻ
ക്ഷമിച്ചുകൊണ്ട് ഇസ്ലാമിലായി കഴിഞ്ഞു പോകും. ഇവിടെ ക്ഷമിച്ചാൽ നാളെ അല്ലാഹു ആഖിറത്തിൽ അവന് പ്രതിഫലം നൽകുമെന്ന മുന്നറിയിപ്പ്. ലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയാ, നബിയേ, ലനബുലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫ്, ചിലപ്പോൾ ഭയമായിരിക്കാം, വൽ ജൂഇ, പട്ടിണിയായിരിക്കാം, അതുപോലെ വനഖ്സിൻ മിനൽ അംവാൽ, ചിലപ്പോൾ മുതലുണ്ടാവില്ല, ജീവിച്ചു പോകാൻ സമ്പത്തുണ്ടാവില്ല, അതുപോലെ വൽ അൻഫുസ്, പെട്ടെന്ന് മരിക്കാൻ വരാം. ഇന്നലെ 20 വർഷം കാത്തിരുന്ന പൊന്നുമോനാണ് പെട്ടെന്ന് മരിച്ചു പോയത് എന്ന വാർത്ത കേൾക്കുമ്പോൾ അവർ തളരുകയില്ല. വൽ അൻഫുസി വസ്സമറാത്ത്, പക്ഷേ നബിയേ വബശ്ശിരിസ് സാബിരീൻ, അങ്ങനെ ആരെങ്കിലും ക്ഷമിക്കുന്നവർക്കുണ്ടെങ്കിൽ അവരോട് നബിയെ താങ്കൾ വബശ്ശിർ, താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുന്ന നബിയെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതാണ് ഇനിയോ അവനെപ്പോഴും സന്തോഷമാണ്. രണ്ടവസ്ഥ ഉണ്ടാവുകയുള്ളൂ, ഒന്നല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ ദുഃഖം. ഇങ്ങനെ ഇനി അവൻ സന്തോഷമാണെങ്കിൽ അവൻ അല്ലാഹുവിനെ നന്ദി ചെയ്യും. അല്ലാഹുവിനെ നന്ദി ചെയ്യും. അല്ലാഹുവേ, വേറെ ആർക്കും നൽകാത്തത് നീ എനിക്ക് തന്നല്ലോ എന്ന് അല്ലാഹുവിനെ നന്ദി ചെയ്ത് സുജൂദിനായി വീഴും. അതും ഫകാന ഖൈറൻ ലഹു, അതും അവർക്ക് നന്മയാണ്. ഇങ്ങനെ മുഅ്മിനിന്റെ കാര്യം മുഴുവൻ ഖൈറിലാണ് എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും നമ്മളൊക്കെ കയറ്റി വെക്കണം. ഇത് എപ്പോഴല്ല, മരിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. രോഗം തൊണ്ടക്കുഴിയിലെത്തി എന്നിട്ട് പറയാം, അല്ലാഹുവേ, ഞാൻ ഇന്നാലിന്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നു, ഇന്നാലിന്റെ നന്മകൾ ചെയ്യുന്നു, അതുകൊണ്ട് ഇനി എന്റെ മക്കളെ സ്വാധീനങ്ങളാണ്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല, പറയേണ്ട സമയത്ത് അതിന് മുമ്പ് അവന്റെ ടൈം ബാലൻസ്ഡ് ആയപ്പോ ആ കാലഘട്ടത്തിൽ അവൻ പറയേണ്ടതായിരുന്നു. അജ്മൽ കസബ് എന്ന് പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിന് താജ് ഹോട്ടലിന്റെ ഒക്കെ മുഖ്യ പ്രതിയായി ഇന്ത്യൻ ഭരണകൂടം പിടിച്ചു വെച്ചപ്പോ അദ്ദേഹം ആ സുപ്രീം കോടതിയിൽ വെച്ച് പറഞ്ഞ വാചകം, I am a Muslim, I want to pray in front of my God. ഞാൻ ഒരു യഥാർത്ഥ സത്യമുസ്ലിമാണ്, ഞാൻ സത്യമുസ്ലിമാണ്. എപ്പോഴാണ് പറയുന്നത്? തൂക്കുമരത്തിലേക്ക് ആനയിക്കാൻ കൊണ്ടുപോകുന്ന അജ്മൽ കസബ് എന്ന് പറഞ്ഞ ലോകം മുഴുവൻ അതിനുവേണ്ടി വാറന്റി പുറപ്പെടുവിച്ച് അവസാനം പിടികൂടിയപ്പോ ഞാൻ മുസ്ലിമാണ്, സത്യം മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, കളവല്ല, കബളിപ്പിച്ച് പറയല്ല, ഞാൻ മുസ്ലിമാണ്. I want to pray in front of my God. ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ. ഈ കണ്ട കൊലപാതകങ്ങളും ലോകങ്ങൾക്ക് മുന്നിൽ വലിയ കുറ്റസൃഷ്ടിയും ചാർത്തിയിട്ട് അവസാനം മരണത്തിന്റെ മാലാകമെന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പറയേണ്ട വാചകമല്ല, മറിച്ച് നമുക്ക് മുന്നിൽ സമയമുണ്ടായിരുന്നു. കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു പോകാനുള്ള ആ മഹത്തമായ സന്ദർഭത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നോട് കൂടി ഞാൻ പറയുന്നത്, നമ്മൾ ദുആ ചെയ്യേണ്ടത് ഈമാൻ കിട്ടിയിരിക്കാനാണ്. നബി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആയിഷ ബീവി കേൾക്കാൻ, നബിയെ, നിങ്ങൾ എന്തിനാ അങ്ങനെ ദുആ ചെയ്യണം? നിങ്ങൾ മുഅ്മിനായി മരിക്കുന്ന ഉറപ്പല്ലേ? ആ സമയത്ത് ആയിഷ ബീവിയോട് നബി പറഞ്ഞു, ആയിഷ, നമ്മുടെ ഹൃദയം അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ? മറിക്കണിനാണ് ഖൽബ് എന്ന് പറയുന്നത്. ഒരു പേജ് മറിക്കണിനാണ് ഖൽബ് എന്ന് പറയുന്നത്. ആ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു ഇങ്ങനെ ആക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചാൽ അവന്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ അല്ലാഹു ഏത് വിധേനയും അല്ലാഹു ഒരു പക്ഷേ ആക്കിയേക്കാം. അതുകൊണ്ടാണ് ആയിഷ നമ്മളൊക്കെ എപ്പോഴും 5 വക്ത് ദുആ ചെയ്യേണ്ടതാണ്. സത്യവിശ്വാസിയായി ഞങ്ങൾ ധരിപ്പിക്കണം. സത്യവിശ്വാസികൾക്കൊരു ആത്മഹത്യ ചെയ്യൂല, സത്യവിശ്വാസികൾക്കൊരു പലിശ വാങ്ങൂല, സത്യവിശ്വാസികൾക്കൊരു കള്ളു കുടിക്കൂല. അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാനമായി പറയാനുള്ളത്, മഹാനായ കൊയ്യോട് ഉസ്താദ് സമസ്തയുടെ ട്രഷററാണ്.
ഉസ്താദ് ആശുപത്രിയിലാണ്.